അസ്സലാമു ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം അല്ലേ. കുറേ ആയിട്ടുണ്ടാവില്ലേ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടിട്ട് മിസ്സായിട്ടിരിക്കുന്ന കുറേ പേരുണ്ടാവും. എൻ്റെ ചാനലിൽ കൂടുതൽ ഇഷ്ടം ആൾക്കാർക്ക് ഈ ഒരു ടൈപ്പ് വീഡിയോസ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ വാതിലൊക്കെ തുറന്ന് ഞാൻ ചെയറൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ സൺഡേ മോർണിംഗ് ആണ്. പാല് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി പാലൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പായസം ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങുക. അപ്പോൾ ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പായസം കുടിച്ചിട്ടങ്ങ് തുടങ്ങിയാലോ എന്നിങ്ങനെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേട്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡും ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ കുറേ കേട്ടിട്ടുണ്ട് നിൻ്റെ ഡയറ്റ് അതുവരെ പോകുന്നു, നമുക്ക് നോക്കാമല്ലോ എന്ന്. പൂച്ച സാർ എന്നെ തന്നെ നോക്കി നിൽക്കുന്നില്ലേ. അപ്പോൾ പോയി ഞാൻ വേഗം ഈ ഒരു ഭാഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഞാൻ വന്നിട്ട് കംപ്ലീറ്റ് സെറ്റിലായിട്ടില്ല, ഒരു 2-3 ദിവസം എടുക്കും നമ്മളൊന്ന് ഡ്രസ്സുകളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അതേപോലെ ഒക്കെ ഒന്ന് എടുത്ത് വെച്ചൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇല്ല. ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം മുതൽ ഞാൻ വാഷ് ചെയ്യൂല കേട്ടോ. പിന്നെ അവിടെ ഉണങ്ങാത്ത ഡ്രസ്സ് എടുത്തിട്ട് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ ഒത്തിരി ഒന്നും വെക്കാറില്ല അവിടെ, കാരണം പെട്ടെന്ന് ചെറുതാവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പോകുമ്പോൾ അങ്ങ് കൊണ്ടുപോകും. പക്ഷെ ബസ്സിലൊന്നും പോകുമ്പോൾ അത് നടക്കില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം വന്ന് പാലൊക്കെ മേടിച്ചിട്ട് വന്നു. വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എൻ്റെ വോയിസിന് ഭയങ്കര ഒരു ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. സെറ്റാവും. ഇവിടെ വന്നതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല, അതുകൊണ്ടാണ്. അതായത് വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ പോയപ്പോൾ ഉമ്മയും ഉപ്പയും വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മണ്ണാർക്കാട് നിന്ന് വരുന്ന വഴിയിലാണ് സദ്യ കഴിക്കാൻ വേണ്ടി കയറിയത്. അതേപോലെ അവർക്ക് പാർസൽ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിവിടെ എത്തുമ്പോഴേക്കും അവരുടെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിന്നറിനാണ് ഉമ്മ സദ്യ കഴിച്ചത് കേട്ടോ. ഇപ്പോൾ പിന്നെ കഴിച്ചില്ല. അപ്പോൾ ചായ ഉണ്ടാക്കുന്നു. പിന്നെന്താണ് ഹെയർ ഇങ്ങനെ കെട്ടി വെക്കുന്നത് ആ ഭംഗി എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഹെയർ പരത്തിയിടുന്നതാണ് ഇഷ്ടം. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കെട്ടി വെക്കാൻ. പിന്നെ കെട്ടി ഇതുപോലെ ഫ്ലവർ ക്രാബൊക്കെ വെച്ച് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് തലേന്ന് പിന്നെ ഷോള് വീഴൂല, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ എന്തോ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് ഹെയറേ ഉള്ളൂ, നെക്ക് വരെ ഉള്ളൂ. അത് ഇങ്ങനെ വിടർത്തിയിടുമ്പോഴാണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അനിയത്തിക്ക് കംഫർട്ട് അതാണ് കെട്ടി വെക്കുന്നത്, അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ മണ്ണാർക്കാട് വരുമ്പോൾ കെട്ടി വെച്ചിട്ടാണ് വന്നത്. കെട്ടി വെക്കണത് എനിക്കിഷ്ടമാണ്. ജിമ്മിലൊക്കെ പോകുമ്പോൾ ഞാൻ കെട്ടി വെക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് നമുക്ക് വഴിയെ നോക്കാം. പിന്നെ ഞാൻ വേഗം പോയി ചായ എല്ലാം കുടിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാൻ ഇക്കാൻ്റെ ഒരു കൊളീഗ് വരുന്നുണ്ട്. ഇക്കാൻ്റെ കൊളീഗാണോ കമ്പനിത്തെ ഒരു പയ്യൻ, എനിക്ക് കറക്റ്റ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പം അവർ നെക്സ്റ്റ് ബിസിനസ് ട്രിപ്പാണ്. പോയി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഏകദേശം ഒരു 5000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇൻഷാ അല്ലാ നല്ല ഇതിൽ പോയിട്ട് വരട്ടെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ പേടിയാണ് കേട്ടോ, ഈ 5000 കിലോമീറ്ററൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് പഠിച്ചവനെ ആലോചിക്കാനേ വയ്യ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തു. ഇനിയിപ്പോൾ കുക്കിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊന്നും വേഗം വരില്ല. കുക്കിങ് അത് വേഗം തീർക്കണം, വീഡിയോയും കൂടി എടുക്കല്ലേ. അപ്പോൾ നല്ലോണം സമയമൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരി. ഒരു വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിട്ടു. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണികളേ ഉണ്ടാവും, ചിലപ്പോൾ ഒരു 3 വാഷൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേഗം അങ്ങ് ഇടാമെന്ന് വിചാരിച്ച് വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. എന്നിട്ട് തൊടിയിലൊക്കെ ഇലകളൊക്കെ വീണ്ടും നിറഞ്ഞിട്ടുണ്ട്. മഴ കാരണം നമുക്ക് തൊടി അങ്ങനെ അടിച്ചു വരാൻ പറ്റാറില്ല. ഇനി മഴയൊക്കെ നിന്ന് സെറ്റാവട്ടെ, എന്നിട്ട് നോക്കാം. ഫ്രണ്ടിൽ പുല്ല് വളർന്നത് കണ്ടില്ലേ, ഒരാഴ്ച കൊണ്ട് എത്ര പെട്ടെന്നല്ലേ പുല്ല് വളർന്നത്. ആ ഭാഗം പിന്നെ ഞാൻ അങ്ങനെ അടിച്ചു വരാറുമില്ല, അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പുല്ലൊക്കെ വളർന്നു വരുന്നത്. വളരട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ. പിന്നെ വേഗം നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്താണ്, നിങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്തായിരുന്നു കമൻറ്റ് ചെയ്യുക കേട്ടോ.
ഞാനിവിടെ നല്ല ചിക്കൻ കറിയും അതേപോലെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുക. പായസം മിക്സ് ഇൻസ്റ്റൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ തോരിയിട്ട് വന്ന ശേഷം ഞാൻ വേഗം നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു. പിന്നെന്താ, പറയുന്നവർ പറയട്ടെ, ലൈഫ് ഒന്നേ ഉള്ളൂ, ഫുഡും അതുപോലെ തന്നെ എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ ഫുഡ് കഴിക്കണില്ലേ, ഞാൻ കുറച്ചൊന്നും ഡയറ്റ് എടുക്കുകയാണ്, കാരണം ഞാൻ തടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം. നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിൽ നിന്ന്, കംഫർട്ട് ലെവലിൽ നിന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രസ്സ് ഇടുമ്പോഴും ഒരു സുഖം ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊന്ന് കുറയ്ക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ്. കുറയ്ക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇനി ഒരുപാട് ഹൈപ്പാക്കുന്നില്ല. ഹൈപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ വീഡിയോക്ക് ഒന്ന് ഹൈപ്പ് കൊടുക്കണേ, അപ്പോൾ കൂടുതൽ ആൾക്കാരിലെത്തും. അപ്പോൾ നമുക്ക് പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. റെസിപ്പിയൊന്നും ഇല്ലാട്ടോ, കാര്യമായിട്ട് ഞാനിവിടെ പാലട മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും ഉമ്മയും കൂടി ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചതാണ്. ഉമ്മ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാലട മിക്സ് മേടിച്ചു. എന്ത് പായസം ഉണ്ടാക്കുമ്പോഴും ഇപ്പോൾ എനിക്ക് ഈ ക്യാരമലൈസ് ചെയ്യൽ ഒരു പതിവായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു സ്പൂണ് പഞ്ചസാര എടുത്ത് ക്യാരമലൈസ് ചെയ്തിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മെൽട്ടാവണം. നമ്മൾ ഡയറക്റ്റ് പാലൊഴിക്കുമ്പോൾ പിരിയും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽട്ടാക്കാൻ വേണ്ടി വെച്ചത്. പിന്നെ പാലൊഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് പാലിൻ്റെ കളറ് നന്നായിട്ട് മാറുന്നത് വരെ ഇതിങ്ങനെ കുറുക്കി എടുക്കണം. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പോൾ തന്നെ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. ക്യാരമലൈസ് ചെയ്തതിൻ്റെ ഒരു ഗുണമാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ബാക്കി കാണാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഇതായിരുന്നു കേട്ടോ, അടയാണ് പാലട. അപ്പോൾ അത് കൊട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരുപാട് നേരം ഞാൻ കുറുക്കിയിട്ടും പാലട കുറവായിരുന്നു കേട്ടോ. പക്ഷെ പാല് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 1 ലിറ്റർ ഫുള്ള് പാലെടുത്തത്, വെള്ളമൊന്നും ചേർത്താത്ത പാൽ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും സമയമാകും തോന്നിയപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും വലിയുള്ളി ഇഞ്ചിയൊക്കെ വേണമായിരുന്നു കേട്ടോ. അതേപോലെ ഹാപ്പി ഓണം പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഓണം തിരിച്ചും പറയണം. ഓണം കഴിഞ്ഞു അല്ലേ. പിന്നെ കണ്ണട വെച്ചത് ഭയങ്കര സ്റ്റൈലായിരുന്നു. പെട്ടെന്ന് ഇക്കാൻ്റെ കയ്യിൽ കണ്ണട കണ്ടപ്പം ഞാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മരങ്ങൾ, ചെടികൾ. വൈറ്റ് ചുരിദാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ കഹാനിയിലുണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട്, ഒരു 2-3 കളേഴ്സ് ഉണ്ട്. ഇനിയും ആവശ്യമുള്ളവർ കഹാനിയുടെ പേജിൽ പോയിട്ട് DM ചെയ്താൽ മതി കേട്ടോ. മൈലാഞ്ചി സൂപ്പറായിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ ഈ മൈലാഞ്ചി പോയാൽ എനിക്ക് ഇടാനൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ മേലെ കൂടെ തന്നെ ഇട്ടാലോ. മൈലാഞ്ചി ഇട്ട കൈ കാണാൻ നല്ല രസമാണ് അല്ലേ. പിന്നെ കഹാനി മണ്ണാർക്കാടാണോ ചോദിക്കുന്നുണ്ട്. അതെ. സദ്യക്ക് എത്ര രൂപയായി എന്ന് അത് ഞാൻ ചോദിച്ചിട്ടില്ല മോളെ, അത് ഇക്കയാണ് പേ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ ചോദിക്കാനും മറന്നു. സാധാരണ ഞാൻ എന്ത് മേടിക്കുമ്പോഴും ഇനി എത്ര ആയി എന്ന് ചോദിക്കുന്ന ഒരാളാണ്, പക്ഷേ ഇത് മറന്നു കേട്ടോ. ജിനി സംസാരിക്കുന്നത് മൈക്കിലാണോ? അല്ല, മൈക്കിലല്ല. ഇന്നലെ കിച്ചണിൽ വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. പിന്നെ തൊണ്ടയ്ക്കും പ്രശ്നമുണ്ട്, മൊത്തത്തിലൊരു ഡള്ളാണ് സംഭവം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി ഇതായത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇഡ്ഡലിക്ക് ഇവിടെ എന്താ പറയുക ഒഴിച്ചെടുക്കുകയാണ്. പിന്നെന്താണ്, എക്കോ അടിക്കണ പോലെ ഉണ്ടായതുകൊണ്ടാണല്ലേ നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ എന്തായാലും മൈക്കല്ല കേട്ടോ, അത് കിച്ചണിൽ വെച്ചിട്ട് വോയിസ് ഓവർ കൊടുത്തതിൻ്റെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നാവോ. അപ്പോൾ ഞാൻ തക്കാളി ചട്നി, ഇച്ചിരി ലൂസായിട്ടുള്ള ചട്നിയാണ് ഇതിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ പായസം കുറുകി പാലൊക്കെ നോക്കി കളറ് മാറിയത്. അപ്പോൾ ഈ ഒരു ലെവലിലായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. പാലിങ്ങനെ ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചമ്മന്തി ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, ഈ ഒരു ലൂസിലാണ് ഞാൻ ഇന്ന് ചമ്മന്തി അരച്ചത് കേട്ടോ. ഇനി കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്നെ പൊങ്കാലയിടും. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്തു, കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വേഗം കൊണ്ടുവച്ചു. പ്ലേറ്റും പൊടിയും അതുപോലെ എന്താ പറയുക ഇഡ്ഡലിയൊക്കെ കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന്
കഴിക്കുകയാണ്. കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കും. ഇന്നലെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടുള്ള ഇൻസിഡൻ്റൊക്കെ ഉണ്ടായത് ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പാക്ക് കഴിക്കണ സമയത്ത്. നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പൊതുവേ കഴിക്കാറ്. പതുക്കെ കഴിച്ചാൽ മതി, സംസാരിച്ചിട്ട് കഴിക്കണ്ട എന്ന് പലരും പറയും. പക്ഷേ സംസാരിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറ്. ആ സമയത്തെങ്കിലും നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടെ ഒന്ന് സംസാരിക്കട്ടെ, ഞാനങ്ങനെയാണ് കേട്ടോ വിചാരിക്കാറ്. അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ സ്കൂള് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒന്നിച്ച് കഴിക്കുക എന്നുള്ളൊരു ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ അന്നന്നത്തെ കാര്യങ്ങൾ പലതും പറയാൻ മറന്നതും പറയാനുള്ളതൊക്കെ നമുക്ക് പറഞ്ഞ് കഴിക്കാമല്ലോ. അതിൻ്റെ ഒരു ഇത് അങ്ങനെയല്ലേ. അതുകൊണ്ട് റോഡിലേക്ക് വണ്ടി വഴി നിന്ന് അപ്പൊ ഇന്ന് ഭക്ഷണം കിട്ടൂല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ KFC എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡ് ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. KFC എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡ് ഈത്തൻ ഞങ്ങൾ സോറി പറയുന്നതോടെ സോറി പറഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ outline of it, it's like below Orion's belt. It looks like a star. Like from if you just look up from your naked eye. Even by this is cool because even like പക്ഷേ ചൂടാവാനുള്ള അവകാശം ഒരു പക്ഷേ അയാളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ സർവീസോ ആണെങ്കിൽ അയാൾക്ക് ചൂടാവാനുള്ള അവകാശം ഉണ്ട് എന്ന് വെക്കാം. പക്ഷെ ഞാൻ അവിടെ നിന്ന് റൂം എടുക്കണ്ടെന്ന് വിചാരിച്ച് തിരിച്ചു മുമ്പ് അയാളുടെ വാക്ക് കേട്ടപ്പോൾ അവസാനം ഞാൻ അതല്ല, ഞാൻ നിങ്ങളുടെ ഓപ്പണായിട്ട് പറയാം. ആസ് എ എന്താ പറയുക തേർഡ് പേഴ്സൺ ഞാൻ ഇത് ഇടപെടാൻ പക്ഷെ അയാളെ ഉപയോഗിച്ച്. അങ്ങനെ ഇന്നത്തെ ഇക്കാൻ്റെ ചർച്ചാ വിഷയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ FBയിൽ ഒത്തിരി കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം അല്ലേ, അതൊക്കെ കേൾക്കാം അല്ലേ. അപ്പുറത്ത് ഞാൻ ഉണ്ടാക്കിയ പായസം ഉണ്ടല്ലോ, പാല് കൂടുതലായിപ്പോയി. പക്ഷെ കട്ടിയുള്ള പാല്, അതിലോട്ട് അട കുറവാണ് കേട്ടോ. അരു പറഞ്ഞ കണക്കെടുത്തപ്പോഴാണ് അങ്ങനെ ആയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചവ്വരിയില്ലേ അതിനൊന്ന് കുതിർത്തിയിട്ട് വേവിച്ചിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ കുതിർക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇപ്പുറത്ത് ചായയും വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സുന്ദരി കുട്ടി എന്ന് പറയുന്നുണ്ട്. അയ്യോ താങ്ക് യു. ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ഗ്ലാമർ കൂടി വരുവാ ജിനിക്ക്. എനിക്കോ? ഓക്കെ. പൊൻപാറയാണോ കല്യാണം? എൻ്റെ വീട് പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ നമ്മൾ ഇപ്രാവശ്യം ഒരു ദിവസം പോയി, കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു, ഓടും കുതിര ചാടും കുതിര. പക്ഷേ അത്ര പറ്റിയില്ല കേട്ടോ. ലോക കണ്ടു, അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതിട്ടില്ലേ, ചുവരി ഇട്ട ശേഷം നമ്മുടെ പായസം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് അങ്ങ് ഇളക്കി സെറ്റാക്കി. ഇനി നമുക്കിത് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ കുറുകും കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയില്ലേ കാണാൻ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെരിന്തൽമണ്ണ നമ്മൾ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകും. കോട്ടപ്പള്ള കഴിഞ്ഞതുമാണ് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. പൊൻപാറ എത്തണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ കുറേ പേര് ഹാർട്ട് ഇമോജി അങ്ങനത്തെ കുറേ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇന്നത്തെ വ്ളോഗിന് എന്തായാലും കമൻറ്റ് ചെയ്യണം. അതേപോലെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എന്തായാലും പറയണം കേട്ടോ. പിന്നെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും കഴിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയെടുത്തിട്ട് ഞാൻ അതെല്ലാം എടുത്തു വയ്ക്കുകയാണ്. ഒരു മിനിറ്റ് പോലൊന്നും ഇരിക്കാനൊന്നും സമയമില്ല. കാരണം ഉച്ച ഒരു 12:30 ആകുമ്പോഴത്തേന് നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്താ പറയുക, അവർക്ക് കഴിക്കാനുള്ളതും ടേബിളിലൊക്കെ വെക്കണം. കാരണം കഴിച്ചു കഴിഞ്ഞത് ഇറങ്ങണം. ചെന്നൈ വരെ ട്രാവലുള്ളതാണ് രണ്ടുപേർക്കും. അപ്പോൾ കഴിച്ചു കഴിഞ്ഞതും അത് ഡ്രൈവ് ചെയ്തിട്ടല്ലേ പോണത്, ഭയങ്കര റിസ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചായയെല്ലാം കുടിച്ച ശേഷം ചിക്കൻ ഇന്നലെ മേടിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ലെഗ് പീസും ഉണ്ട്. സാധാരണ ലെഗ് പീസ് ഉള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട് എന്നറിയോ, തലേ ദിവസം തന്നെ മസാല പുരട്ടി വെക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തില്ല. എന്നിട്ടും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് മസാല പിടിക്കാനുള്ള 2-3 ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ചിക്കനിൽ. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ കറി തന്നെ ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലോട്ട് വേണ്ട സവാള ഗിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, കല്യാണരാമൻ ഓർമ്മ വന്നു എനിക്ക് സവാള എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 2 സ്പൂണ് നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കറിക്ക്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വെല്ലുള്ളി ആയിരുന്നു. പിന്നെ നമ്മുടെ കാന്താരി മുളകും ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് ഉപ്പിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എൻ്റെ ഇഡ്ഡലി പാത്രമാണ്, പക്ഷേ ഇതിൽ കുക്കിങ്ങും ചെയ്യാം കേട്ടോ, കറിയൊക്കെ വെക്കാം. നല്ലൊരു പാത്രമാണ് കേട്ടോ ഈ സംഭവം. ഞാൻ ബാവ മെറ്റൽസ് നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു ലെവലായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു 2 തക്കാളി വലുതാക്കിയിട്ട് മുറിച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം. തക്കാളി പെട്ടെന്നൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതും പറയുന്നുണ്ട് അല്ലേ, പൊട്ട ഇംഗ്ലീഷൊക്കെ ഇടയിൽ കൂടെ കയറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ച് വെക്കുന്നത്. തക്കാളി ഒന്നും ആയ പിന്നെ ഞാൻ ഇതിലോട്ട് വലിയൊരു സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഈ ഒരൊറ്റ സ്പൂൺ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിതൊന്നും കൂടി അടച്ച് വയ്ക്കാം കേട്ടോ, എല്ലാ മസാലയും വേവട്ടെ. ഞാനിവിടെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, 1 സ്പൂൺ സാധാരണ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, പിന്നെ ഞാനിവിടെ ഒറിഗാനോ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കസൂരി മേത്തി, അത് കഴിഞ്ഞു കേട്ടോ കയ്യിലത്തെ. അപ്പോൾ ഉള്ളി ഇതൊക്കെ ആയി പിന്നെ ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടി അടച്ച് വെക്കണം. ഇത് ഒന്നും മസാലയിൽ നിന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മസാലയുടെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്യണം. എന്നിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. സ്പൂണിലേക്ക് മസാല അതിലോട്ടാക്കി കൊടുത്തു, ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്തു. സംഭവമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്, കുത്തലൊന്നുമില്ല. ഈ ഒരു ലെവലിൽ വെന്ത് വരണം കേട്ടോ മസാല. എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് ചിക്കനോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലേ, പക്ഷെ ഞാനിവിടെ ചിക്കൻ കറിയല്ലേ ഉണ്ടാക്കണേ. അപ്പോൾ പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട്, കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, ചിക്കനിൽ നന്നായിട്ട് എല്ലാ മസാലയും മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇച്ചിരി മല്ലിയില ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പണ്ടേ എപ്പോഴും മല്ലിയില ഇല്ലാത്ത കറികൾ പൊതുവേ കുറവാണ് എൻ്റെ കയ്യിൽ. അത് കമൻറ്റ് ബോക്സിൽ ഞാൻ കാണാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളമോ അല്ലെങ്കിൽ പാകത്തിന് ചൂടാക്കിയ വെള്ളമോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്തായാലും വെള്ളം കുറച്ച് ചൂട് വേണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഗ്രേവി ഉള്ള ചിക്കൻ കറി ഉണ്ടാക്കണേ, നെയ്ച്ചോറല്ലേ വെക്കണേ. അപ്പോൾ അതിലോട്ട് ഇച്ചിരി തിക്ക് ഗ്രേവി തന്നെ വേണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ചിക്കൻ പീസൊക്കെ കറിൻ്റെ താഴോട്ടാക്കി കൊടുത്തപ്പോഴാണ് ഉപ്പ് പോരാന്ന് തോന്നി. ഞാൻ വേഗം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി സെറ്റാക്കി വെച്ച് ഇനി നമുക്കിത് അടച്ച് വെക്കാനുണ്ട് കേട്ടോ. നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വയ്ക്കുക. ഇന്നലെ ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് അവളുടെ കസിൻസും കുറേ ആൾക്കാർ വന്ന സമയത്ത് അവരിങ്ങനെ എന്നെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവളിങ്ങനെ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ പാർട്ണറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒരു ടെൻഷനായിട്ടോ, പിന്നെ സെറ്റായി. ഓക്കെ, അങ്ങനെ ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഏത് പാത്രം എന്നുള്ളത് കറക്റ്റായി അളന്നും വെക്കണം കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് 1/2 സ്പൂണ്, 2 സ്പൂണ്, 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ് 3 സ്പൂൺ എടുത്തത്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, സ്പൈസി ചിക്കൻ മസാലയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 3 സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഒറിഗാനോ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതുപോലെ എന്താ പറയുക, ഡ്രൈ ഹെർബ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കനൊക്കെ. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ചാട്ട് മസാല നിർബന്ധമാണ് എനിക്ക്, അപ്പോൾ അതും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 സ്പൂണോളം ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ടൊമാറ്റോ സോസും സോയാ സോസും, ഷെസ്വാൻ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തോ. അപ്പോൾ ഫ്രൈ വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും.
അപ്പോൾ ഇനി എയർ ഫ്രയറൊക്കെ ഞാനിവിടെ കിട്ടണ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലൊക്കെ ഫ്രൈ ചെയ്യാൻ തുടങ്ങണം. പിന്നെ കൊത്തിയരിഞ്ഞ മല്ലിയിലയും ചേർത്തി കൊടുത്തിട്ടുണ്ട്, തൈരും ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ലെഗ് പീസും ചെറിയ പീസും എല്ലാം ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ വേഗം ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് മസാലയൊക്കെ തിരുമ്മി ഞാൻ പുറത്ത് തന്നെ വെക്കുന്നത്, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യേണ്ടതല്ലേ. ചിക്കന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മസാലയ്ക്ക് ഒരു മണിക്കൂറിൽ തന്നെ പുരട്ടി വെക്കുമ്പോഴത്തേക്കും മസാല നന്നായിട്ട് പിടിക്കാറുണ്ട്. അപ്പോൾ മസാല പെട്ടെന്ന് പിടിക്കാനുള്ള ടിപ്സുകളിൽ ഒന്നാണ് ഈ സോയാ സോസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ചിക്കനിലോട്ട് മസാല പിടിക്കും. അതുപോലെ തന്നെ തൈരും ലെമണും അതിൻ്റെ ഒരു തന്നെയാണ്. പിന്നെ ടെൻഡർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനും ബീഫൊക്കെ കുക്ക് ചെയ്യുമ്പോഴേ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പീസ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതിൽ ആ ഒരു ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇനി കൂടുതൽ കിച്ചൺ ടിപ്സ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷെഫാണ്, അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടിച്ച് മാറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇത് എനിക്ക് അവന് എന്നോ ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഷെഫാണ് കേട്ടോ ആള്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറിൽക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കട്ട് ചെയ്തെടുത്തത്. നെയ്യും എണ്ണയും ഈക്വലായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വലിയുള്ളി 2 കിലോയ്ക്കാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതേപോലെ 2 വലിയ തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും ഉപ്പും ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെക്കണം, പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പുറത്ത് നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടി കുറുകണം. നല്ല കളർഫുൾ ചിക്കൻ കറി വന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ ഇതാ ഇവിടെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒന്ന് ഇളക്കിയ ശേഷം ഒരു 3 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. തക്കാളിക്ക് പുളി അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ നെയ്ച്ചോറ് പുളി ഉണ്ടാവില്ലേ എന്ന് ചോദിക്കേണ്ട. 2 കിലോ നെയ്ച്ചോറിൽക്കാണ് വെറും 2 തക്കാളി എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ വഴറ്റി ചേർത്ത് നെയ്ച്ചോറ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഇവിടെ പറഞ്ഞാൽ മതി. നെഗറ്റീവ് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണക്ക് മാറിയ ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരി അളന്ന് വെച്ച പാത്രത്തിൽ ഒരു 1.25 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് എടുത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്നാണ് പറയാറ്. പക്ഷെ ഞാനത് ഫുൾ എടുക്കാറില്ല. ഒരു 1.25 പാത്രം ആക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാനിവിടെ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ കോഴിക്കറി എന്തായി നോക്കിയാലോ. എന്തായാലും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു മുകളിലോട്ട് വന്നിട്ട് ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി മല്ലിയില തൂവിയിട്ട് അടച്ച് വെച്ച് കുറച്ച് ലെമണൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റാവും കേട്ടോ മോനെ. ഇതുണ്ടല്ലോ പത്തിരിക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി അതങ്ങ് മാറ്റി വെച്ചു. ഇപ്പുറത്ത് നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഞാൻ അരിയൊക്കെ ഞാൻ വാരി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ നിന്ന് കഴുകിയിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പ് ചെക്ക് ചെയ്യും കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? അങ്ങനെ ചെക്ക് ചെയ്യും. ഇത് ഈ പെണ്ണിന് വൃത്തിയില്ലേ എന്ന് വിചാരിക്കേണ്ട. എല്ലാവരും ചെയ്യാറില്ല അങ്ങനെ കയ്യിൽ ആക്കിയിട്ട്. അങ്ങനെ തന്നെയുള്ളൂ കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേഗം ഇളക്കി സെറ്റാക്കി. നല്ല അരിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത്. നമ്മൾ മേടിച്ചത് ജീരകശാല അരിയാണ്. അതേപോലെ കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആലോചിച്ചു ഭയങ്കര റേറ്റാണല്ലോ എന്ന്. പക്ഷേ റേറ്റ് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ബിരിയാണിക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ അരിയായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇനി തുടയ്ക്കണം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. അതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നെയ്ച്ചോറ്. അതിന് ശേഷം ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ നെയ്ച്ചോറ് കേട്ടോ. കളറ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ കളറ് പ്യുവർ വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇതൊരു ഓഫ് വൈറ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു നെയ്ച്ചോറ്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇനി ഉള്ളി ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഇത്രയും മതി, എന്തിനാണ് വെറുതെ ഓവറാക്കണത്. കുറച്ച് മല്ലിയിലങ്ങ് തൂവി അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിക്കാൻ നേരത്ത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വേഗം പോയി തുടച്ചിട്ട് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ എൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്യലും അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമ്മുടെ വൈറ്റ് ചുരിദാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് എവിടുന്ന് കഹാനിന്നാണ്. ആവശ്യമുള്ളവരെന്തായാലും DM ചെയ്യുക കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇക്കാൻ്റെ ആ ഫ്രണ്ട് വരുന്നതിന് മുമ്പേ നമുക്ക്
ടേബിളിലൊക്കെ എല്ലാം സെറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കണ കാരണം പുതിയ വരുന്ന ഒരാൾക്കാരുടെ ഇടയിൽ നിന്ന് എനിക്ക് വ്ളോഗ് എടുക്കാൻ ഭയങ്കര മടിയാണ്. എന്താണെന്നറിയില്ല, എൻ്റെ വൈബിനനുസരിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ഞാൻ ആൾക്കാരല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്കേ പോവില്ല കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ വേഗം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലെഗ് എടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യണ. മസാലയൊക്കെ ഒന്നും കൂടിയും പുരട്ടി എടുത്തിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് ഫ്രൈ റെഡി. ഇതിലോട്ട് തന്നെ ഞാൻ ഒന്നായ പിന്നെ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുളകിൻ്റെ മണമുണ്ടല്ലോ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് പൊരിക്കുന്നതിൻ്റെ. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എൻ്റെ ഇക്കാക്കുണ്ടല്ലോ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ വേണം കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് വെളിച്ചെണ്ണയിലല്ല ഫ്രൈ ചെയ്തത്, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ആളോ ചോദിച്ചില്ല, പോകുന്നതിൻ്റെ തിരക്കിലായിരിക്കും മേ ബി. അപ്പോൾ എന്തായാലും മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ കണ്ണും മൂക്കൊക്കെ പോയി കിട്ടും. പിന്നെ കുറേ കാലമായിട്ട് ഞാൻ പ്ലേറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് സാലഡൊക്കെ വെച്ച് നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ ഒത്തിരി വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉള്ള വിഭവങ്ങൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോനും കഴിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വെജിറ്റബിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കുറച്ച് വെജിറ്റബിൾ ഇതാ ഇങ്ങനെയൊക്കെയാണ്. ഈ കുക്കുംബർ, തക്കാളി, ക്യാരറ്റ് ഇങ്ങനത്തെയൊക്കെയാണ്. ഉള്ളിയൊക്കെ കഴിക്കണമെങ്കിൽ നോൺ വെജ് വേണം കേട്ടോ കൂടെ. അങ്ങനെയാണ് കേട്ടോ അവർ കഴിക്കാറ്. അങ്ങനെ ഞാൻ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇട്ട് കൊടുക്കും. ഹാളിൽ നിന്ന് ഫുള്ള് ഇംഗ്ലീഷ് ആയിരിക്കും. ഞാൻ ഫിലിം കാണണമെന്ന് പറയുന്ന സമയങ്ങളിൽ മാത്രമേ അവർ മലയാളം വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് ഇംഗ്ലീഷ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഏതോ ഒരു ട്രാവൽ വ്ളോഗറിൻ്റെ വ്ളോഗ് ഇരുന്ന് കാണും കേട്ടോ. എൻ്റെ ഒന്നല്ല. ഞാൻ പറയും ഈ സമയം കൊണ്ട് എൻ്റെ വ്ളോഗ് കണ്ടുകൂടെ, എനിക്ക് $2 കയറുന്നതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയത് എന്നൊക്കെ ചോദിച്ച് ഞാൻ പിള്ളേരോട് ഇങ്ങനെ ആക്കുകയെ. അപ്പോൾ പിള്ളേർ നിങ്ങളുടെ വ്ളോഗ് അല്ലല്ലോ, ഞങ്ങൾ ഡെയിലി കാണുന്നത് തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ സോപ്പിടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഞാൻ വിളമ്പി എടുക്കുന്നുണ്ട്. സാലഡ് സെറ്റ്, അച്ചാർ, പിന്നെ ഞാൻ ഗ്രീൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ചും കൂടെ ലെമണൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഇച്ചിരി പെപ്പർ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഗതി സെറ്റാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ വേഗം വിളമ്പുമ്പോഴത്തേക്കും ആൾ വന്നു കേട്ടോ. ഇനി ചിക്കൻ ഫ്രൈയും കൊണ്ടുവെക്കാനുണ്ടായിരുന്നു, അതും വേഗം കൊണ്ടുവച്ച് ഞാനത് അവിടെ നിന്ന് അങ്ങ് മാറി. പിന്നെ ഇക്കാനോട് വിളമ്പി കൊടുക്കാനൊക്കെ പറഞ്ഞത് കേട്ടോ. കുട്ടികൾ അവർക്കും വിളമ്പിയെടുത്ത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയ ശേഷമാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത് കേട്ടോ. ഇക്കാൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കുകയാണ് പിള്ളേർ. പിന്നെ ഇപ്പൊ രണ്ടാൾക്കും ഒരേപോലെ വയറായിട്ടാ. അങ്ങനെ പോണ വഴിക്ക് ഞാൻ വാപ്പാനെയും മകനെയും ഒന്ന് ട്രോളാക്കിയതാണ് കേട്ടോ. അത് ഹൈദരാബാദാണ് പോണത്. എന്തായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെയെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കൂടെ പോകുന്ന ആളും ഭയങ്കര ഫുഡിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടും കൂടെ തടിച്ച് വീപ്പ് കുറ്റിയായിട്ട് വരുമെന്നറിയില്ല. ഞാൻ എന്നിട്ട് രാവിലെ പറഞ്ഞിരിക്കാനോടെ എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ മെലിയും, നിങ്ങൾ മാത്രം ഓരോ ഭാഗത്ത് പോയി വരുമ്പോൾ നിങ്ങൾക്ക് മാത്രം തടിക്കണു, ഓരോ ഇഞ്ച് വയറ് കൂടും ചെയ്യണു പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ എന്നോട് ആദ്യം നീ നിൻ്റെ തടി വർക്ക് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ രണ്ടുപേരും തടി വെക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വെക്കും, കുറയുമ്പോൾ ഒരുമിച്ച് കുറയും ചെയ്യാറുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. പരസ്പരം കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും മേ ബി. അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിട്ടാണെങ്കിൽ ഇക്കാനെ ഞാൻ ട്രോളാക്കി കൊന്നിട്ടുണ്ടാവും. ഇക്ക മെലിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇക്കയും എന്നെ അങ്ങനെ ആക്കിയിട്ടുണ്ടാവുമായിരിക്കും മേ ബി. അപ്പോൾ ഞാൻ പായസത്തിൻ്റെ റെസിപ്പി ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ നേരത്തെ കാണിച്ചില്ല പല ഭാഗങ്ങളിലായിട്ടല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ കാരമലൈസ് ചെയ്തതിലോട്ട് ഞാനിവിടെ വെള്ളമൊഴിച്ച് ഒന്ന് മെൽട്ടാക്കിയിട്ട് പാലൊഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലോട്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഇൻസ്റ്റൻ്റാണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിലോട്ട് തട്ടിക്കൊടുത്തു. അതിലൊരു 10-20 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ
എനിക്ക് 10-20 മിനിറ്റിൽ നല്ല കുറുകിയ പായസമൊന്നും കിട്ടിയില്ല കേട്ടോ, സത്യം പറയാം, ഉള്ളത് പറയാം. ഇനിയിപ്പോൾ ഞാൻ നല്ല കട്ടിക്കുള്ള പാലാണ് എടുത്തത്, എന്നിട്ട് എന്താണെന്നറിയില്ല ആടെയൊന്നും ഒട്ടുമില്ല കേട്ടോ അതിൽ, വെറുതെ പറ്റിക്കൽ അല്ലാണ്ട് എന്താ പറയുക. അപ്പോൾ ഇതാ ഇങ്ങനെയായിരുന്നു എൻ്റെ പാല് കുറുക്കി ഞാൻ ഇത്ര ആക്കിയിട്ടും എനിക്ക് അടയൊന്നും കാണാനേ ഇല്ല അതിൽ. കുറച്ചും കൂടി ഇട്ടൂടെ, എന്തൊരു പിശുക്കന്മാരാണ്. അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് അതിൽ പറയണം. ഇത് നമ്മൾ ഇങ്ങനെ ആക്കും ചെയ്തു. അവസാനം ഞാൻ ചവരി മിക്സ് ചെയ്തു കേട്ടോ അതിലോട്ട്, അല്ലാണ്ട് പായസം കുറുകി വരുന്നില്ല. പക്ഷേ കഴിച്ചവർക്കൊക്കെ ഇഷ്ടമായി. പാലിങ്ങനെ കുറുകി വന്നാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലല്ലേ. മിൽക്ക് മെയ്ഡ് പോലും ഒഴിക്കേണ്ടി വന്നില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ആയിരുന്നു സംഭവം. അപ്പോൾ ഇതാ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടമായി തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബൈ.